ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒരു മാസം മേലെ എപ്പിസോഡ് ചെയ്തിട്ട്, കാരണം ചെറിയൊരു തിരക്ക് കാരണം നമ്മൾ സ്റ്റുഡിയോ കാരണം ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാറിന് ഷോറൂം എടുക്കാൻ പറ്റാണ്ടായി. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പാലക്കാട് കുഞ്ചേരി പന്നിക്കുള്ള സാസ്ത ഓട്ടോ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. നമ്മുടെ ബാലാറ്റിന്റെ ഷോറൂമിലെ ഒരുപാട് എപ്പിസോഡ് നമ്മൾ ഈ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകം ഇപ്പം എന്ത് വെച്ചാൽ കിടിലം വണ്ടികൾ, ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഹൈ ക്വാളിറ്റി സിംഗിൾ RC വണ്ടികളുണ്ട്. അതേപോലെ തന്നെ വലിയ ബഡ്ജറ്റ് എടുക്കാൻ നല്ല വീഡിയോ ഡീസൽ വണ്ടികൾ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ഡീസൽ വണ്ടിയിൽ പെട്രോൾ വണ്ടികൾ, 7 സീറ്റർ വണ്ടികളും അതേപോലെ തന്നെ പെട്രോൾ ഡീസൽ വണ്ടികൾ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ചെറിയ 40% ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി 7 സീറ്റർ ആൻഡ് 5 സീറ്റർ കാർസ് ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. നമുക്കിപ്പോ പുതിയ ഇതിൽ എത്ര വണ്ടികൾ വന്നിട്ടുണ്ട്? പുതിയ കളക്ഷൻ 100 വണ്ടിയുടെ മേലെ. നമുക്ക് ഡീസലും പെട്രോളും എല്ലാം ഉണ്ട്. സ്വിഫ്റ്റുകളൊക്കെ എത്ര ഉണ്ട്? സ്വിഫ്റ്റ് ആണ് ഒരുപാട് ആൾക്കാർ സ്വിഫ്റ്റ് വീഡിയോ ഓപ്ഷനിലൊക്കെ വണ്ടികൾ നിറയെ നല്ല വണ്ടികൾ ഒക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ എല്ലാം 80-90% ലോൺ ചെയ്യാൻ പറ്റും. നല്ല വണ്ടി സിംഗിൾ RC വണ്ടികളല്ലേ? എല്ലാം സിംഗിൾ RC, സെക്കൻഡ് RC വണ്ടികളാണ്. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഏതാ വണ്ടി? അത് വന്നിട്ട് ആൾട്ടോ K10 ആണ്. ആൾട്ടോ K10 എത്രയാ മോഡൽ വന്നിട്ട് 2016 വരുന്നുണ്ട്. LXI ആണ്. 2016 LXI. നമുക്ക് ഇന്ത്യയിലൊന്നും കാണിച്ചു തരാതെ, കാരണം ഒരുപാട് വണ്ടി നമുക്ക് ചെയ്യാവുന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യയിലൊന്നും കാണിക്കുന്ന വണ്ടി ഇതാണ്. അതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇതിന്റെ വന്നിട്ട് 2.3 ആസ്കിംഗ് പ്രൈസ്. 2,70,000. 2016. അതെ, 2016 സിംഗിൾ RC. 2016 സിംഗിൾ RC. എത്ര കിലോമീറ്റർ? 64,000 കിലോമീറ്റർ. 64,000 കിലോമീറ്റർ. ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ RC വെറും 2,75,000 രൂപയ്ക്ക് 2016 സിംഗിൾ RC നല്ലൊരു ആൾട്ടോ K10 VX ചെയ്യണം. LXI നമുക്ക് സ്വന്തമാക്കാം. വീണ്ടും ഒരു വോട്ട്സ്വാൻ ഉണ്ട്. വോട്ട്സ്വാൻ എത്രയാണ് മോഡൽ? ഇത് വെൻഡോ 2012. 2012 മോഡലാണ്. 1,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2012 1,04,000 കിലോമീറ്റർ ഓടിയ ഡീസലാ പെട്രോളാ? ഡീസൽ വണ്ടി നല്ല മൈലേജ്, 22 കിലോമീറ്റർ അടുത്ത് മൈലേജ്. ഹൈലൈൻ ആണ്. ഇത് വന്നിട്ട് 3 രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം. 3 ലക്ഷത്തിന് 2012 മോഡൽ. 2012 RC എത്രയാ? RC സെക്കൻഡ് RC 1 ലക്ഷം കിലോമീറ്റർ ഓടിയ ഓട്സം എന്തോ 1 ലക്ഷം ഒന്നും അല്ല. ഈ കാറിന് നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം, കാരണം അത്രയും നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ തന്നെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഹൈലൈൻ വേരിയന്റ് ആണ്. അതിന്റെ പ്രൈസ് ആണ് 3 ലക്ഷത്തിന് 2012 സെക്കൻഡ് RC വരുന്ന വോട്ട്സ്വാൻ വിൻഡോ സ്വന്തമാക്കാം. വീണ്ടും ഒരു സ്വിഫ്റ്റ് പെട്രോൾ ഡീസലാ? ഇത് ഡീസൽ VDI ഡിസയർ ആണ്. ഡീസൽ VDI മോഡൽ പറയും. 2014 മോഡല്. 2014 മോഡൽ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഡീസൽ വണ്ടിക്ക് ഡിസൈറിന് ഒരു പ്രത്യേകത വെച്ചാൽ ഹൈ മൈലേജ് ആണ്. അതും കസ്റ്റമർ അലൈവ് ഒക്കെ ചെയ്തിട്ട് ഒന്നും നോക്കണ ആവശ്യം. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,53 ഓടിയിട്ടുണ്ട്. 1,53,000. 1,53,000 ഓടിയ നല്ലൊരു ഡിസൈർ സ്വന്തമാക്കാം. അത് ആലത്തൂർ രജിസ്ട്രേഷൻ ചെയ്യണം. ഇത് ലാസ്റ്റ് പ്രൈസ് എത്രയാ? ഇത് 4,4. 4,27,000. 4,27,000 2014 RC സെക്കൻഡ് RC വരുന്ന നല്ലൊരു സ്വിഫ്റ്റ് ഡിസൈർ നമുക്ക് സ്വന്തമാക്കാം. VDI ഓപ്ഷൻ. VDI ആണ്, ഡീസൽ വണ്ടിയാണ്. അടുത്തും വീണ്ടും ഒരു സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതും ഡീസൽ VDI ഓപ്ഷൻ വരുന്ന ഡിസൈർ ആണ്. ഇതും സ്വിഫ്റ്റ് ആണ്, ഡിക്കില്ലാത്ത വണ്ടിയാണ്, VDI ആണ്, ഡീസൽ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 95,000 കിലോമീറ്റർ. 95,000. അത് ഫാൻസി നമ്പർ തന്നെയാണ്. നമ്മൾ നമ്പറൊക്കെ എല്ലാം ലൈവ് ആയിട്ട് തന്നെ കാണിച്ചത്. ലാസ്റ്റ് പ്രൈസ് എത്രയാ? ഇത് 4,4. ഇത് 4,400. 4,25,000. അതെ. മോഡൽ പറഞ്ഞത് ഇത് 2013 ലാസ്റ്റ്. 2013 ലാസ്റ്റ് സ്വിഫ്റ്റ് VDI നമുക്ക് 4,27,000 നെഗോഷ്യബിൾ ആണെന്ന് പറയല്ലേ? നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ അതുകൊണ്ട് വിലയിൽ ഒരു നിങ്ങൾ ഇതില്ല, നിങ്ങൾ വിളിച്ചോളൂ. അതിനുള്ള സംവിധാനം നമ്മൾ ഈ ഷോറൂമിൽ ചെയ്തു തരുന്നതാണ്. വീണ്ടും ഒരു വേഗണർ ആണ്. വേഗണർ എത്രയായിട്ട് മോഡല്? ഇത് 2016 വണ്ടിയാണ്. 2016 വണ്ടി. 2016. ഇത് 3.3. 3,70,000. 3,70,000 നല്ലൊരു 2016 RC എത്രയാ? RC മൂന്നാമത്തെ RC ആണ്. പിന്നെ മാരുതിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് പറഞ്ഞതിന്റെ ആവശ്യമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, അതും നല്ല മൈലേജ് ഉള്ള വണ്ടികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇതിന്റെ പ്രൈസ് വന്ന് 3,70,000. 3,70,000 നല്ലൊരു സ്വന്തമാകാം. വീണ്ടും ഒരു I10 ആണ് അല്ലെ? I10 അത് കേരള വണ്ടി 2011 ആണ് തോന്നുന്നു. 2011 മോഡൽ. നല്ല ഹൈ ക്വാളിറ്റി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വിളിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കേരള വണ്ടിയാണ്. മോഡൽ 2011. എന്ത് വില? 2,70,000. 2,70,000 നല്ലൊരു I10 ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി സ്വന്തമാക്കാം. അതും സ്പോർട്സ് വേരിയന്റ്. വെറും 61,000 കിലോമീറ്റർ ഓടിയ സ്പോർട്സ് വേരിയന്റ് വരുന്ന നല്ല I10 ആണ്. ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നോക്കിക്കോളൂ, വീലും ടയേഴ്സ് ഒക്കെ നല്ല പക്ക കണ്ടീഷൻ തന്നെയാണ്. അടുത്തൊരു സ്വിഫ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഡിസൈർ ആണ്. ഡീസൽ പെട്രോളാ? ഡീസൽ 2013 മോഡൽ. 2013 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട്? ഇതാകുമ്പോൾ 1,49 ഓടിയിട്ടുണ്ട്. 1,49,000 കിലോമീറ്റർ ഉണ്ട്. ആസ്കിംഗ് പ്രൈസ് എത്രയാ? ആസ്കിംഗ് പ്രൈസ് 4 രൂപ. 4 ലക്ഷത്തിന് നെഗോഷ്യബിൾ ആണ്. ഒന്നും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അതിന്റെ ഡീറ്റെയിൽ മുഴുവൻ വിഷ്ണുവിടെ വാട്സപ്പ് ചെയ്യണം. അതിന്റെ പ്രൈസ് വന്നിട്ട് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു
സ്വിഫ്റ്റ് ഡിസൈർ സ്വന്തമാക്കാം. വീണ്ടും ഒരു ബ്രീസ വന്നിട്ടുണ്ട്. ബ്രീസ 2-3 കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്. മോഡൽ എത്രയാ? ബ്രീസ 2019 മോഡലാണ്. 2000 ഡീസലാണോ? ഡീസലാണ്. ZDI പ്ലസ് ആണ്. ZDI പ്ലസ് ഫുൾ ലോഡ് വണ്ടിയാണ്. ഇതാ അലൈവിൽ എല്ലാം ഉണ്ട്. ZDI പ്ലസും ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് വന്നിട്ട് 8,50,000. 2019 മോഡൽ. 2019 8,50,000 കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1,09,000. 1,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഒന്നും അല്ലാതെ ഡീസൽ വണ്ടി. RC സിംഗിൾ ആണ്. സിംഗിൾ RC ഡീസൽ വണ്ടിയാണ്. പുതിയതൊക്കെ ഒരു 13 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ? അതെ, 16 ലക്ഷത്തിന് 16 ലക്ഷം ഡീസൽ വണ്ടി നിർത്തുകയും ചെയ്തു. ഡീസൽ വണ്ടി ഒരുപാട് ആൾക്കാർക്ക് ബ്രീസ അത്യാവശ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല മൈലേജും 24 ക്ലിയറൻസ് ഒക്കെ നല്ല അല്ലേ? 24 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഇടുന്ന ബ്രീസയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 8,50,000. ലോൺ നമുക്ക് നല്ല ഹൈ അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ബ്രീസ സ്വന്തമാക്കാം. വീണ്ടും ഒരു സ്വിഫ്റ്റ് വന്നിട്ട് അത് പുതിയ ന്യൂ മോഡലാണ്. ഇത് ന്യൂ മോഡല് 2018 മോഡൽ വണ്ടിയാണ്. 2018 മോഡൽ വണ്ടി. 2018 മോഡൽ. എന്ത് വിലയാണ്? VXI ഓപ്ഷൻ ഉണ്ട്. ഇത് 5,85,000. 5,85,000 2018 മോഡല്. 2018 മോഡല്. 73,000 ഓടി. സെക്കൻഡ് RC. പെട്രോൾ അല്ലത്? പെട്രോൾ VXI ആണ്. വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 5,85,000. 5,85,000 സ്വന്തമാക്കാം. വീണ്ടും ഒരു i20 ഉണ്ട്. i20 എത്രയാണ് മോഡല്? i20 വന്ന് 2015 മോഡലാണ്. 2015 മോഡൽ. സിംഗിൾ RC. എന്ത് വിലയാണ്? ഇത് വന്നിട്ട് 4,3,000. 4,70,000. 4,00,000 i20 നമുക്ക് സ്വന്തമാക്കാം. 4,70,000 രൂപയ്ക്ക്. വീണ്ടും ഒരു ആൾട്ടോ കേട്ടന വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണത്? അല്ല, ഇത് മാനുവൽ ആണ്. 2015 മോഡല്. 2015 കിലോമീറ്റർ എത്ര ഓടി? 83,000 കിലോമീറ്റർ ഓടി. 83,000 കിലോമീറ്റർ ഓടി 2015 ഓൾട്ടോ കേട്ടന. എന്ത് വിലയാണ്? ഇതാകുമ്പോ 2.5 വരും. 2,50,000. 2,50,000 നല്ലൊരു ഹൈ ക്വാളിറ്റി ഓൾട്ടോ കേട്ടൻ സ്വന്തമാക്കട്ടോ. വീണ്ടും ഒരു ഡിസയർ അല്ലത്? ഡിസയർ പെട്രോൾ ഡീസലാ? VDI ഡീസൽ. ഡീസൽ. വീണ്ടും ഒരുപാടധികം ഡീസൽ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് മെയിനായി പറയാം. എത്രയും മോഡൽ? 2014 മോഡൽ. 2014. എന്ത് വില? 4,400. 2014 മോഡൽ 4,400 ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് എല്ലാം പക്കല്ലേ? സർവീസ് എല്ലാം എല്ലാ വണ്ടിയും സർവീസ് എല്ലാം പക്കാണ്. നിങ്ങൾ ഡീസൽ അടിച്ച് ഓടാന്നല്ലാണ്ട് ബാക്കി എല്ലാ സർവീസ് എല്ലാം പക്കാണ്. ടയേഴ്സ് എല്ലാ വണ്ടികൾക്കും ടയേഴ്സ് 100% ടയേഴ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. പിന്നെ ആസ്കിംഗ് പ്രൈസ് 2014 4,25,000 രൂപയ്ക്ക് നല്ലൊരു സ്വിഫ്റ്റ് ഡിസൈർ സ്വന്തമാക്കാം കേട്ടോ. അടുത്തത് സെന്നസ്. എത്ര മോഡല്? 2007 മോഡല്. 27 വരെ പേപ്പർ ഉണ്ട്. 2027 പേപ്പർ. 27 പേപ്പർ. എന്തുവില? ഇതാകുമ്പോ 1,10,000. 1,10,000 നല്ലൊരു സെൻ എക്സിൽ സ്വന്തമാക്കാം കേട്ടോ. വീണ്ടും ഒരു പഴയ മോഡൽ വാഗണർ ഉണ്ട്. എത്ര മോഡല്? ഇതും 2007. 2027 വരെ. 27 ലാസ്റ്റ് ഡിസംബർ. 2027 ലാസ്റ്റ് ഡിസംബർ വരെ ഉണ്ട്. ഡിസംബർ വരെയുള്ള വാഗണർ പ്രൈസ് എത്രയാ? 1,30,000. 1,30,000 2027 വരെ പേപ്പർ ഉണ്ട്. ടയേഴ്സ് ഇതാ നോക്കിക്കോളൂ. വീഡിയോസ് നോക്കാം. ടയേഴ്സ് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 84,000 ജനുവരി. 84,000 കിലോമീറ്റർ ഹൈ ക്വാളിറ്റി സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഗണർ. 2027 വരെ പേപ്പർ ടെസ്റ്റ് എല്ലാം കാണിച്ച് നല്ല ക്വാളിറ്റി ആയിട്ട് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. വെറും 1,30,000 നല്ലൊരു വാഗണർ സ്വന്തമാക്കാം. വീണ്ടും ഒരു ഡാക്സൺ ഗോ ആണ് അല്ലേ? ഡാക്സൺ റെഡിഗോ. എന്ത് 2019 മോഡല്. ഓക്കെ. 53,000 കിലോമീറ്റർ. ആലത്തൂർ രജിസ്ട്രേഷൻ. ആലത്തൂർ നമ്മുടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ 49,000 ഇതിന്റെ പ്രൈസ് എത്രയാ? 2,65,000. 2,65 കേരളയിലാണ് അല്ല? സിംഗിൾ RC ആണ്. സിംഗിൾ RC വെറും 2,60,000. 2,60,000 2019 ചെറിയ കിലോമീറ്റർ ഡാക്സൺ റെഡിഗോ സ്വന്തമാക്കാം. അതേപോലെ വീണ്ടും ഒരു 7 സീറ്റർ ഇന്നോവ ഉണ്ട്. ജനുവരി ഒറിജിനൽ കേരളയാണോ അല്ല റിയ? ഒറിജിനൽ കേരള 7 സീറ്റർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ മോഡൽ എത്രയാ? 2006 മോഡൽ. 2006 മോഡല്. G4 കൺവേർട്ട് ചെയ്തതാണ്. G4 ആണ്. ടയേഴ്സ് നോക്കിക്കോട്ടെ. ഇന്ത്യയിലെല്ലാം പക്ക ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി 7 സീറ്റർ ഇന്നോവയെ കുറിച്ച് കസ്റ്റമർ പറഞ്ഞതിന്റെ ആവശ്യമില്ല. ടയേഴ്സ് ഒന്നും നോക്കാം. അപ്പോൾ ടയറൊക്കെ ഇട്ട് നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2007 അല്ലേ? 2006 26 പേപ്പർ. പാച്ച് ഒന്നും തന്നെ ഇല്ല. വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റർ ചോദിച്ചു ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. അത് 2006 2026 പേപ്പർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 2,61 ഓടിയിട്ടുണ്ട്. 2,61 ഒന്നുമല്ല. കാരണം മിനിമം 4 ലക്ഷം ഇല്ലേ? 5 ഓടുന്ന ഇന്നോവനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യത്തിന് ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് 3 രൂപ. 3 ലക്ഷത്തിന് ഒരു കുഴപ്പമില്ല. ചെറിയൊരു ആൾട്ടോ വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു 7 സീറ്റർ ഇന്നോ അല്ലേ? നല്ല ക്വാളിറ്റി ഇനോ നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. നോക്കിക്കോളൂ. നല്ല ക്വാളിറ്റി ആണ്. 2026 പേപ്പറിന്റെ ടയേഴ്സ് സർവീസ് എല്ലാം പക്കാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നിസാന്റെ ടെറാനോ ആണ്. മോഡൽ എത്രയാ? 2014 മോഡല്. 1,42,000 ഓടിയിട്ടുണ്ട്. 110 PS ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. എടുത്തു കഴിഞ്ഞാൽ ഡീസൽ അടിച്ച് ഓടേണ്ട പണി എല്ലാം പക്കാണ്. ഫുൾ പണി എല്ലാം. പ്രൈസ് എത്രയാണ്? 4,00,000 ചോദ്യം. 4,50,000 നല്ലൊരു ടെറാണോ. നിസാന്റെ ടെറാണോ ഡസ്റ്ററിന്റെ അതേ ഷേപ്പുള്ളത് അല്ലേ? ഡസ്റ്ററിന്റെ അതേ ഷേപ്പുള്ള നമുക്ക് ടെറാണോ സ്വന്തമാക്കാം. ഫോർഡ് എക്കോ സ്പോർട്ട് ഉണ്ട്.
ഇത് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. എക്കോസ്പോർട്ട് ഉണ്ട്. നല്ല എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന നല്ല ബ്ലാക്ക് വണ്ടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. മോഡൽ എത്രയാ? മോഡൽ 2015 ടൈറ്റാനിയം പ്ലസ് ആണ്. 1,34,000 ഓടിയിട്ടുണ്ട്. 1,34,000 ഓടിയിട്ടുണ്ട്. 1,30,000 ഫുൾ ലോഡ് വണ്ടി. ടയേഴ്സ് ഒരു ആവറേജ് ഫ്രണ്ട് രണ്ടും ഒരു 70% ഉള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി വണ്ടി. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 1,34,000. 1,34,000. എന്ത് വില പറയും? ഇത് വന്നിട്ട് 6 ചൂട. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഡീസലാണത്? ഡീസലാണ്. ഡീസൽ വണ്ടിയാണെങ്കിൽ 21 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്നതാണ്. പക്ക മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എക്കോസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും പറയുന്നതാണ് നല്ല മൈലേജ്. ഡീസൽ നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ബൊലോറോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ബൊലോറോ വന്നിട്ടുണ്ട്. ഇത് 2008 മോഡൽ ബൊലേറോ ആണ്. 2028 വരെ പേപ്പർ ഉണ്ട് അല്ലേ? 28 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ഇതിന്റെ പ്രൈസ് എത്രയാ? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 2,60,000. 2,60,000 2008 മോഡൽ. അടുത്തൊരു ഹോണ്ട സിറ്റി ഉണ്ട്. എത്ര മോഡൽ? ഇത് 2018 മോഡല് KL9 രജിസ്ട്രേഷൻ. കേരള വണ്ടിയാണ്. 2018 മോഡൽ. ഡീസൽ പെട്രോൾ വണ്ടിയാണ്. ഫുൾ ലോഡ് വണ്ടി കേട്ടോ. നോക്കിക്കോളൂ. ഇന്ത്യയിലൊക്കെ പക്ക ക്വാളിറ്റി തന്നെയാണ്. 44,000 കിലോമീറ്റർ. 44,000 കിലോമീറ്റർ പെട്രോൾ ഹോണ്ട സിറ്റി. അതിന്റെ പ്രൈസ് എത്രയാ? 8,50,000. 8,50,000. പുതിയതൊക്കെ പ്രൈസ് 12 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ? 12 ലക്ഷത്തിന്റെ മേലെ വരുന്നുണ്ട്. കിലോമീറ്റർ വേണ്ടി വെറും 44,000 കിലോമീറ്റർ. സിംഗിൾ ആർ സി അല്ലേ? സിംഗിൾ ആർ സി വരുന്ന ഹോണ്ട സിറ്റി. നമുക്ക് ലോണൊക്കെ ഒരു 90% ലോൺ സൗകര്യം ചെയ്യാൻ പറ്റും. കാരണം 8,50,000 രൂപയാണ്. അടുത്തൊരു റെനോൾഡിന്റെ ഡ്രൈവർ ആണ്. 7 സീറ്റർ വണ്ടിയല്ലേ? 7 സീറ്റർ വണ്ടിയാണ് കേട്ടത്. 2019 മോഡല്. 2019 ഫുൾ വണ്ടിയാണ്. ഓപ്ഷൻ 97,000 കിലോമീറ്റർ. വെറും 97,000 കിലോമീറ്ററോടെ നല്ല 7 സീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയതാണ് തോന്നുന്നു അല്ലേ? 5 രൂപയുടെ അടുത്ത് വരും. 5 രൂപ. മോഡൽ എത്ര? മോഡൽ 2019. ആസ്കിംഗ് പ്രൈസ് എത്രയാ? 5 ലക്ഷം. 5 ലക്ഷം രൂപയാണ്. 2019 90% ലോൺ സൗകര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് 7 സീറ്റർ വണ്ടിയാണ്. സർവീസ് എല്ലാം കമ്പനി അല്ലേ? എല്ലാം പക്കാണ്. കമ്പനി സർവീസ് ആണ്. വീണ്ടും ഒരു എക്കോസ്പോർട്ട് ഉണ്ട്. എത്ര മോഡൽ? ഇത് 2013 മോഡലാണ്. 2013 ഓപ്ഷൻ. ഇത് ആസ്കിംഗ് പ്രൈസ് 4 ലക്ഷം വരുന്നുണ്ട്. 4 ലക്ഷം. 2013 മോഡൽ അല്ലേ? 13. സിംഗിൾ ആർ സി ആണ്. സെക്കൻഡ് ആർ സി വരുന്നുണ്ട്. കിലോമീറ്റർ 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 4 ലക്ഷം. 4 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഫോർഡ് എക്കോസ്പോർട്ട്. 2014 13 മോഡൽ നമുക്ക് എക്കോസ്പോർട്ട് സ്വന്തമാക്കാം. വീണ്ടും ഒരു ടെറാണോ നിസാന്റെ അല്ലേ? ടെറാണോ ഉണ്ട്. മോഡൽ എത്രയാ? ഇത് 2014 മോഡല്. 2014 മോഡല്. 85 PS ആണ്. 2 ഓണർ. അതിന്റെ 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,20,000. പ്രൈസ് എത്ര? 4,4 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 4,25,000 രൂപയ്ക്ക് നല്ലൊരു ടെറാണോ സ്വന്തമാക്കാം. വീണ്ടും ഒരു ക്യുഡ് ഉണ്ട്. ക്യുഡ് എത്ര മോഡൽ? ക്യുഡ് 2017 മോഡല്. 2017 മോഡൽ. അതെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 43,000 കിലോമീറ്റർ ക്യുഡ് ഓട്ടോമാറ്റിക് ഉണ്ട്. അതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 3,400. 3,400 ആകുമ്പോൾ നമുക്ക് 2017 ആകുമ്പോൾ നമുക്കൊരു 70% ലോൺ കിട്ടും അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് 90% നമുക്ക് ലോൺ. നമ്മുടെ മോഡലുള്ള വണ്ടികൾക്ക് എല്ലാം തന്നെ ഒരു 80-90% ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ലൊരു ലോൺ അപ്രൂവ് ആവുന്നതിന് ബാക്കി മാത്രം തന്നാണ്. അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ. പെട്രോളോ ഡീസൽ? ഇത് പെട്രോൾ LXI ആണ്. സിംഗിൾ RC വണ്ടിയാണ്. 2008 മോഡൽ. 28 വരെ പേപ്പർ എല്ലാം പക്കയാണ്. 28 വരെ പേപ്പർ. 2008-28 വരെ പേപ്പർ ഉണ്ട്. സിംഗിൾ RC. എന്ത് വില? ഇത് വന്നിട്ട് 2,10 നല്ലൊരു സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ ഓടി സ്വന്തം കേട്ടോ. അത് സിംഗിൾ RC വണ്ടിയാണ്. വീണ്ടും ഒരു നിസാൻ മൈക്ര ആണ് തോന്നുന്നു. നിസാൻ മൈക്ര. എത്ര മോഡൽ? ഇത് 2012 മോഡൽ. 2012 മോഡൽ. എന്ത് വില? ഓണർ 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 98,000 ഡീസലാണ്. എന്ത് വില പറയുന്നത്? ഡീസൽ വണ്ടിയാണ്. നിസാന്റെ മൈക്ര ഡീസൽ വണ്ടിയാണ്. അത് ചെറിയ ബഡ്ജറ്റ് എടുക്കാൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? അലൈവിലെല്ലാം ഉണ്ട്. ഉണ്ട്. അതിന്റെ പ്രൈസ് എത്രയാ? ഇത് വന്നിട്ട് 3 രൂപ. 3 ലക്ഷത്തിന്. മോഡൽ പറഞ്ഞ 2012 സിംഗിൾ ഓണർ. 2012 സിംഗിൾ RC ഡീസൽ നിസാൻ മൈക്ര. 98,000 ഡീസൽ വണ്ടി. വെറും 98,000 കിലോമീറ്റർ സിംഗിൾ RC വരുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. ലോണും നമുക്ക് ചെയ്യാം. ഇതൊക്കെ ലോൺ ചെയ്യാൻ പറ്റുന്ന. അടുത്തൊരു ഹോണ്ട അമേസ് ആണ്. എത്ര മോഡൽ? ഇത് 2014 മോഡൽ. 2014. എന്ത് വിലയാ? 4 ലക്ഷം രൂപ. സിംഗിൾ RC ആണ്? അല്ല, 2014 സെക്കൻഡ് RC വരുന്ന ഹോണ്ട അമേസ് 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. അതേമാതിരി വീണ്ടും ഒരു i20 ഓൾഡ് മോഡൽ ഉണ്ട്. എത്ര മോഡൽ? 2011 മോഡൽ. 12 രജിസ്ട്രേഷൻ. 2013 12 അല്ല 12 അല്ലേ? 11 മോഡൽ 12 രജിസ്ട്രേഷൻ. 12 രജിസ്ട്രേഷൻ. ഡീസൽ. എന്ത് വിലയാ? ഇത് വന്നിട്ട് 2,300. 2,70,000 നല്ലൊരു i20 സ്വന്തം കേട്ടോ. അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ് അല്ലേ? ഡീസൽ പെട്രോളാ? പെട്രോൾ VXI. RC സിംഗിൾ RC പെട്രോൾ KL 50 ആണ്. പാലക്കാട് തന്നെയാണ്. എത്ര ഓടിയിട്ടുണ്ട്?
1,02,000 കിലോമീറ്റർ. 1,02,000 കിലോമീറ്റർ ഓടി. ഇതിന്റെ പ്രൈസ് എത്രയാ? 2,40. 2,40,000 നല്ലൊരു പെട്രോൾ സ്വിഫ്റ്റ് ഡിസയർ സ്വന്തമാക്കാം. വീണ്ടും ഒരു ഫോർഡ് ഫീസ്റ്റ ആണ്. എത്ര മോഡൽ? ഇത് 2009 മോഡൽ, 29 വരെ പേപ്പർ എല്ലാം ഉണ്ട്. കിലോമീറ്റർ 1,24 ഓടിയിട്ടുണ്ട്. പ്രൈസ് ഇത് വന്നിട്ട് 1,10 ചോദിക്കുന്നത്. 1,10,000 കുഴപ്പമില്ല. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോർഡ് ഡീസൽ വണ്ടിയാണ്. 10-22 കിലോമീറ്റർ മൈലേജ് അല്ലേ? 22 കിലോമീറ്റർ മൈലേജ് നല്ലൊരു വണ്ടി തന്നെയാണ്. അടുത്തതാ ഇത് 2006 മോഡൽ ആൾട്ടോ ആണ്. 2006 വരെ പേപ്പർ ഉണ്ട്. ഇത് നോക്കിക്കോളൂ, നമ്മൾ കാണിച്ചു തരാം. കാരണം ആൾട്ടോയിൽ പാച്ചുകൾ ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. ഒരു പാച്ചും ഇല്ല, എല്ലാം പ്രത്യേക കണ്ടീഷൻ, LXi പവർ സ്റ്റിയറിംഗ്, AC എല്ലാം ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 1 lakh. 1 lakh. 1 ലക്ഷം രൂപയ്ക്ക് ഒരു കുഴപ്പമില്ല. 2026 പേപ്പർ ഉണ്ട്. ഓൾട്ടോ LXi ടയേഴ്സ് ഒക്കെ നോക്കണം, എല്ലാം 90% ഉണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി വെറും 1 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. വീണ്ടും ഒരു ഓൾട്ടോ കാറ്റൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്, VXi ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് VXi ആണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 63,000 കിലോമീറ്റർ ഓൾട്ടോ LXi. ആസ്കിംഗ് പ്രൈസ് എത്രയാ? 4 ലക്ഷം. 4 ലക്ഷത്തിന് നല്ലൊരു ഓൾട്ടോ കാറ്റൻസ് നോക്കാം. വീണ്ടും ഒരു വോട്സ് വാൻ ആണ്. വോട്സ് വാൻ എത്രയായിട്ട് മോഡൽ? ഇത് 2013 മോഡല്. 2013 മോഡൽ. അതെ. എന്ത് വില? ഫ്രണ്ട് ലൈൻ വേരിയന്റ് ആണ്. 3.4 ആണ് ആസ്കിംഗ് പ്രൈസ്. 2013 3.4. ഓക്കെ. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഫ്രണ്ട് ലൈൻ ആണ് ഓപ്ഷൻ. ഇതിന്റെ പ്രൈസ് ആണ് 3.4. 3,25,000 രൂപയ്ക്ക് നല്ലൊരു വോട്സ്. അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. എത്രയായിട്ട് മോഡൽ? ഇത് 2010 മോഡലാണ്. വീഡിയോ ഓപ്ഷൻ ആണ്. 2010 വീഡിയോ ഓപ്ഷൻ ആണ്. ടയേഴ്സ് ഒക്കെ ഹൈ ക്വാളിറ്റി ടയേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ 1,26 ഓടിയിട്ടുണ്ട്. 1,26,000. RC എത്രയാ? RC സെക്കൻഡ് RC. റീപ്ലേസ്മെന്റ് ഒന്നും ഏത് വണ്ടിക്കും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾ ഗ്യാരണ്ടിയോടെ നമ്മൾ വീഡിയോസ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. അതിന്റെ റേറ്റ് എത്രയാ? റേറ്റ് വന്നിട്ട് 3 രൂപ വരും. 3 ലക്ഷമാണ്. പെട്രോൾ കേരളം വണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചു. കേരളം വണ്ടി അതും പെട്രോൾ വണ്ടിയാണ്. എത്ര മോഡൽ? 2011 മോഡലാണ്. 2011 മോഡൽ. അതെ. VXi ഓപ്ഷൻ. VXi എന്ത് വില? VXi ആണ്. എത്ര വില? 3.4. 3,20,000 നല്ലൊരു സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി സ്വന്തമാക്കാം. വീണ്ടും ഒരു കോട്ടറായിട്ട് ഉണ്ട്. കോട്ടറായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് എത്ര മോഡൽ? ഇത് ടാറ്റ മാൻസ സിംഗിൾ ഓണർ വണ്ടി. സോറി, കോട്ടറേറ്റ് അല്ല, ടാറ്റ മാൻസി ആണ്. കോട്ടറേറ്റ് എഞ്ചിൻ കോട്ടറേറ്റ് തന്നെ വരും. പക്ഷെ മാൻസി ആണ്. ഇത് എത്ര മോഡൽ? 2011 മോഡൽ. സിംഗിൾ RC. 1,51 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. വില എത്ര? ഇത് 1.4. 1,70,000 നല്ലൊരു മാൻസ് സ്വന്തമാക്കാം. മൈലേജുള്ള വണ്ടിയാട്ടത്. ഒന്നും നോക്കേണ്ട ആവശ്യം. 10-22 കിലോമീറ്റർ മൈലേജ്. പിന്നെ അതേപോലെ തന്നെ ടയേഴ്സ് ഒരു 90% ടയേഴ്സിന്റെ ബാക്കിൽ പുതിയ ടയേഴ്സ് ഒക്കെയാണ്. ഒന്നും നോക്കണ്ട. എല്ലാ സർവീസ് എല്ലാം ആക്ഷൻ റീപ്ലേസ്മെന്റ് ഒന്നും ഏതിലും ഇല്ലല്ലോ? ഇല്ല. നിങ്ങൾ ധൈര്യത്തോടെ കൊണ്ടുപോയി. ആക്ഷൻ റീപ്ലേസ് ഒന്നും ഇല്ല. വീണ്ടും ഒരു കേരളം വണ്ടി സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ് തോന്നുന്നു അല്ലേ? പെട്രോൾ വണ്ടി LXi ഓപ്ഷൻ. LXi ആണ്. എത്ര മോഡൽ? 2015 മോഡലാണ്. 2015 മോഡൽ. നല്ലൊരു പെട്രോൾ LXi വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? 4.10. 4,10,000 നല്ലൊരു സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി കേരളം വണ്ടി സ്വന്തമാക്കാം. വീണ്ടും ഒരു ഡിസയർ ഉണ്ട്. ഡിസയർ സ്വിഫ്റ്റ് ആണ്. ഡീസൽ ആണത്? ഡീസലാണ്. LDA ഓപ്ഷൻ ആണ്. ഓക്കെ. ലാസ്റ്റ് നവംബറിൽ ടെസ്റ്റ് എടുത്ത വണ്ടിയാണ്. ഇപ്പോ 29 വരെ പേപ്പർ ഉണ്ട്. എന്ത് വില പറയുന്നത്? ഇത് വന്നിട്ട് 2.40 പറയുന്നുണ്ട്. 2,40,000 പുതിയ പേപ്പറാണ് കേട്ടോ. ഡീസൽ വണ്ടിയാണ് അല്ലേ? ഡീസൽ വണ്ടിയാണ്. 1.33 ഓടിയിട്ടുണ്ട്. 1,33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,40,000. ഇവിടെ ഇവിടുന്ന് ഇറക്കുന്ന വണ്ടികളെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് കാരണം ഒരു സ്ക്രാച്ച് അടക്കം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബാലാട്ടം ചെയ്തില്ലേ, സർവീസ് എല്ലാം ചെയ്ത് ഡീസൽ അടിച്ച് ഓയിൽ അടക്കം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എല്ലാ സർവീസ് എല്ലാം നോക്കി എല്ലാം ബോണ്ട് എല്ലാം നോക്കി അല്ലെ, എല്ലാം ചെക്ക് ചെയ്ത് ധൈര്യത്തോടെ വിശ്വസിച്ചെടുത്താൽ മതി. കാരണം നമ്മളിവിടെ എല്ലാ സർവീസ് എല്ലാം ചെയ്ത് ക്വാളിറ്റി ആയി തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. ഏത് വണ്ടിക്കും സ്ക്രാച്ചുകളോ അങ്ങനെ ഒന്നും കാണാണ്ടാവില്ല. കാരണം എല്ലാം നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും സ്ക്രാച്ചിന് അതിനൊക്കെ റീവർക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി നമ്മൾ ആക്സിഡന്റ് ആയ വണ്ടി റീപ്ലേസ്മെന്റ് വണ്ടി ഒന്നും എടുക്കില്ല അല്ലെ? ഇല്ല, അത് ഗ്യാരണ്ടി ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും എടുക്കില്ല. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. എത്ര വട്ട മോഡൽ? ഇത് 2008 മോഡലാണ്. 28 വരെ ഡീസൽ ആണത്. ഇത് LXi ആണ്. പെട്രോൾ വണ്ടി. ഇതിന്റെ പ്രൈസ് എത്രയാ? ഇത് 2.20 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 2.20 ആണ്. നെഗോഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. അടുത്തൊരു വീണ്ടും ഒരു ഹുണ്ടായുടെ i10 ആണ്. i10 എത്രയാണ് മോഡൽ? ഇത് ഗ്രാൻഡ് i10 ആണ്. ആക്ച്വലി ഗ്രാൻഡ് i10 സിംഗിൾ RC വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. പ്രൈസ് എത്രയാ? ഇത് വന്നിട്ട് 4.4. 4,25,000 നല്ലൊരു i10 അല്ലേ? ഇത് ഗ്രാൻഡ് i10 ആണ്. നമുക്ക് വീണ്ടും ഒരു ഹോണ്ട സിറ്റി വന്നിട്ടുണ്ട്. ഡീസൽ അത്? ഇത് ഡീസൽ വണ്ടിയാണ്. 2015 ഡിസംബർ മോഡലാണ്. 2015 ഡിസംബർ മോഡൽ ഹോണ്ട സിറ്റി. ഒരുപാട് ആൾക്കാർ സിംഗിൾ RC ആണ്. അലൈവിലുണ്ട്. പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഡീസൽ പറയുമ്പോൾ എല്ലാ വണ്ടികളും പറയുമ്പോൾ പക്ക സർവീസും കാര്യങ്ങളും എല്ലാം പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 1,27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒന്നും നോക്കാനില്ല. കഴിഞ്ഞാൽ ഡീസൽ അടിക്കുക ഓടുക. സർവീസ് എല്ലാം പക്കയാണ്. ഇതിന്റെ പ്രൈസ്? ഇത് 6.5 ലക്ഷം രൂപ. 6,50,000 ആണ്. 2015 അല്ലേ? നിങ്ങൾ ഒരു 50,000 60,000 ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റില്ലേ?
പിന്നെ വെറും തീർച്ചയായും 50,000-60,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഹോണ്ട കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ലേ ചെയ്ത് കൊടുക്കുക. രണ്ടും നല്ല വണ്ടിയാണ്. ഹോണ്ടസിനെ കുറിച്ച് ഈ വണ്ടിയൊക്കെ മാക്സിമം നിങ്ങളുടെ സിബിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും മാക്സിമം കമ്മി ഇൻട്രസ്റ്റിൽ ചെയ്യാൻ പറ്റും. ഹോണ്ട സിറ്റി ഒക്കെ നല്ല മാർക്കറ്റുള്ള വണ്ടി തന്നെയാണ്. പിന്നെ അതേപോലെ നല്ല മൈലേജ് ഉണ്ട്. അതേപോലെ റിക്സ് വന്നിട്ട് 2015 മോഡൽ വണ്ടിയാണ്. ഡീസലാണത്. പെട്രോൾ VXI പെട്രോൾ ഓണർ. എന്തുവല്ലേ ഇതാകുമ്പോൾ 4 ലക്ഷം രൂപ. സിംഗിൾ 4 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഇത് റിക്സ് സ്വന്തമാക്കാം. വീണ്ടും ഒരു റിക്സ് ഉണ്ട്. റിക്സ് എത്രയും മോഡൽ? ഇത് 11 മോഡൽ റിക്സ് ആണ്. ഇതും സിംഗിൾ RC വണ്ടിയാണ്. പ്രൈസ് ഇതാകുമ്പോൾ 3 ലക്ഷം രൂപ വരും. 3 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു സിംഗിൾ RC റിക്സ് സ്വന്തമാക്കാം. വീണ്ടും ഒരു വാഗണർ ആണ്. വാഗണർ എത്രയും മോഡൽ? ഇത് 2015 മോഡൽ വാഗണർ ആണ്. സെക്കൻഡ് ഓണർ LXI ഓപ്ഷനുള്ള വണ്ടിയാണ്. വില 3.5 ചോദിക്കുന്നത്. 3.5. അടുത്തൊരു ഇയോൺ ഉണ്ട്. എത്രയുടെ മോഡൽ? 2013 മോഡൽ ഇയോൺ ആണ്. സിംഗിൾ RC വണ്ടി. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ RC. വില പറയുന്നത് 2 ലക്ഷം രൂപയാണ് ചോദ്യം. 2 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഇയോൺ സ്വന്തമാക്കാം കേട്ടോ. വീണ്ടും ഒരു സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ എത്രയും മോഡൽ? അത് 2012 മോഡൽ. 2012 മോഡൽ. അതെ. എന്ത് വില? ഇത് വന്നിട്ട് 1.50. 1,50,000 2012 സാൻഡ്രോ സ്വന്തമാക്കാം. എടുത്തു. വീണ്ടും ഒരു I10 ഉണ്ട്. I10 എത്രയും മോഡൽ? അത് കേരള വണ്ടിയാണ്. ഇത് 2012 മോഡലാണ്. ആകെ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2012 55,000 കിലോമീറ്റർ. വില എന്താ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതൊക്കെ ഒരു 2.10 തരാം. 2.10 തരാം. 55,000 കിലോമീറ്റർ ഓടിയ കേരള വണ്ടി വരുന്ന നല്ലൊരു I10 സ്വന്തമാക്കട്ടോ. 2015 മോഡൽ. 2015 മോഡൽ. 2015 എന്ത് വില പറയും? ഇതാകുമ്പോൾ 3.35 വരും. 3 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ RC വണ്ടിയാണ്. 3.35. 2015 മോഡൽ 3.35 കാരണം സിംഗിൾ RC ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വീണ്ടും ഒരു സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ എത്രയും മോഡൽ? അത് 2010 മോഡലാണ്. 2010 മോഡൽ. എന്ത് വില? അതാവുമ്പോ ഒരു 1.40 തരാം. 1,40,000. 1,40,000 2010 മോഡൽ സാൻഡ്രോ സ്വന്തമാക്കാം. വീണ്ടും ഒരു I10 ആണ്. I10 എത്രയും മോഡൽ? ഇത് 13 മോഡലാണ്. 13 മോഡൽ. എന്ത് വില? ഇത് 2.85. ഇതും 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2012 ആണ്. 2012 വില എന്ന് പറഞ്ഞു? 2.85. 2,80,000 2012 മോഡൽ നല്ലൊരു I10 സ്വന്തമാക്കാം. 89,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. RC ആയിട്ടുള്ളൂ. വീണ്ടും ഒരു സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ എത്രയും മോഡൽ? ഇത് സിംഗിൾ ഓണർ സാൻഡ്രോ ആണ്. 2011 മോഡൽ. 2011 സിംഗിൾ ഓണർ ആണ്. സർവീസ് എല്ലാം പക്കാണ്. 1.15 ഓടിയിട്ടുള്ളൂ. വില എത്രയാ? ഇതാവുമ്പോ 1.55 വരും. 1,50,000 മോഡൽ പറഞ്ഞത് 2011 സിംഗിൾ RC സാൻഡ്രോ ഉണ്ടോ? വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. ഡീസൽ പെട്രോൾ? ഇത് ഡീസൽ വണ്ടിയാണ്. 2007 വണ്ടിയാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. 2029 വരെ പേപ്പർ ഉണ്ട്. ഇതാകുമ്പോൾ 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷത്തിന് നല്ലൊരു സ്വിഫ്റ്റ് ഡീസൽ സ്വന്തമാക്കട്ടോ. വീണ്ടും ഒരു ആൾട്ടോ 800 ഉണ്ട്. ആൾട്ടോ 800 എത്രയും മോഡൽ? ഇത് 2013 മോഡൽ. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് RC വണ്ടിയാണ്. 2013 85,000 കിലോമീറ്റർ ഓടി. 2013 മോഡൽ ആൾട്ടോ 800. വില എന്താ? ഇതാവുമ്പോൾ 2.4 വരും. 2,20,000. 2,20,000 നല്ലൊരു മാരുതി ഓൾട്ടോ 800 സ്വന്തമാക്കാം. വീണ്ടും ഒരു മാരുതി ഓൾട്ടോ 800 ഉണ്ട്. മോഡൽ എത്ര? ഇത് 2016 മോഡൽ വണ്ടിയാണ്. വില 1,14,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ RC വണ്ടി 2.5. സിംഗിൾ RC 2.5. 2,50,000 സിംഗിൾ RC 2017 മോഡൽ ഓൾട്ടോ 800. വില പറഞ്ഞത് 2.5. 2,50,000 സ്വന്തമാക്കാം. വീണ്ടും ഒരു ക്യുഡ് ഉണ്ട്. ഇത് 2015 ഡിസംബർ വണ്ടിയാണ്. ഓപ്ഷൻ 2015 ഡിസംബർ വണ്ടി. എന്ത് വിലയാണ്? ഇതാവുമ്പോൾ 2.5 വരും. 2,50,000 നല്ലൊരു ക്യുഡ് സ്വന്തമാക്കാം. അടുത്തൊരു വീണ്ടും ഒരു കേട്ടൻ ഉണ്ട്. അലവിലൊക്കെ കസ്റ്റമർ ചെയ്യുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ ഒന്ന് നോക്കേണ്ട ആവശ്യം. കേട്ടൻ VXI ആണ്. 2014 ലാസ്റ്റ് മോഡൽ വണ്ടി. 2014 ലാസ്റ്റ് മോഡൽ. അതെ. ഇൻഷുറൻസ് എല്ലാം പക്ക. ഇൻഷുറൻസ് എല്ലാം പക്ക. ഇൻഷുറൻസ് എല്ലാം നമ്മൾ പുതിയ പ്രൈസ് എത്ര? 2.40 വരും. 2,40,000 VXI ആണ്. അല്ലേ? 2014 VXI ആണ്. ഇതിന്റെ പ്രൈസ് 2,40,000. അതെ. 2,40,000 നല്ലൊരു കേട്ടൻ സ്വന്തമാക്കാം. വീണ്ടും ഒരു ആൾട്ടോ കേട്ടൻ ഓൾഡ് മോഡൽ ഉണ്ട്. ഇത് ഓൾഡ് മോഡൽ 11 മോഡലാണ്. 11 മോഡൽ. സെക്കൻഡ് ഓണർ ആണ്. VXI ഓപ്ഷൻ ഇതും ഉണ്ട്. വില എന്താ? ഇത് വന്നിട്ട് 2 രൂപ. 2 രൂപയ്ക്ക് കുഴപ്പമില്ല. ചെറിയ നെഗോഷ്യബിൾ ഒക്കെ ചെയ്തു തരാൻ പറഞ്ഞത്. കാണാൻ നല്ല ഭംഗിന്റെ ഓൾട്ടോ കേട്ടൻ. ഇതും 1,30,000 അല്ലേ? 1,03,000. 1,03,000 സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. VXI ഓപ്ഷൻ 2011 ആണ്. 2 ലക്ഷം രൂപ പറയുന്നുണ്ട്. നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ട്. വീണ്ടും ഒരു ഓൾഡ് മോഡൽ വാഗണർ ഉണ്ട്. എത്ര മോഡൽ? 2009 മോഡലാണ്. ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. 29 വരെ പേപ്പർ ഉണ്ട്. ടയേഴ്സ് ഒക്കെ നോക്കട്ടോ. LXI ഓപ്ഷൻ ആണ്. പുതിയ ടയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. LXI ആണ്. ഇതാകുമ്പോൾ 1.25 വരും. 1,70,000. എത്ര മോഡൽ? 2009 പുതിയ പേപ്പർ. 29 വരെ പേപ്പർ എല്ലാം. വീണ്ടും ഒരു ഓൾട്ടോ ആണ്. LXI ആണ്. ഇത് LX ആണ്. LX പവർ സ്റ്റിയറിംഗ് ഇല്ല. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ 2005 മോഡലാണ്. 2005. ടയേഴ്സ് ഒക്കെ പുതിയത്. 1.10 ഓടിയിട്ടുള്ളൂ. 1.10. വില ഇതാവുമ്പോൾ 75 വരും. 75 മോഡൽ പറഞ്ഞു. മോഡൽ 2005 വെറും 75,000 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്. 4 ടയറൊക്കെ പുതിയതിട്ടുണ്ട് കേട്ടോ. 4 ടയറിന് 20,000 അടുത്തായി.
ടയറൊക്കെ ഇട്ടിട്ട് എല്ലാം കണ്ടീഷനാക്കി തന്നെ സർവീസ് എല്ലാം ചെയ്ത് കണ്ടീഷനാക്കി തന്നെ വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ എത്രയും മോഡൽ? ഇത് 2005 മോഡലാണ്. 2005 എന്ത് വില? 75,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC വണ്ടിയാണ്, ഫുൾ ഓപ്ഷനുമാണ്. ഇത് വന്നിട്ട് 1 ലക്ഷം രൂപ ചോദിക്കും. 1 ലക്ഷം. 2005 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന്റെ വില പറയുന്നത് 1 ലക്ഷം രൂപയാണ്. കസ്റ്റമർ നല്ല വൃത്തിയായി തന്നെ വെച്ചിട്ടുണ്ട് വണ്ടി. വീണ്ടും ഒരു ക്യുഡാണ്. ക്യുഡ് എത്രയായിട്ട് മോഡൽ? 2017 മോഡലാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2017 74,000 കിലോമീറ്റർ. RC സിംഗിൾ ആണ്? RC സെക്കൻഡ് ആണ്. സെക്കൻഡ് RC വരുന്ന ക്യുഡാണ്. ഇതിന്റെ പ്രൈസ് എത്രയാ? ഇത് 260 വരുന്നുണ്ട്. 2,60,000 നല്ലൊരു ക്യുഡ് സ്വന്തമാക്കാം. വീണ്ടും ഒരു ഫിയാറ്റിന്റെ പൂണ്ടോ ഉണ്ട്. ലിനി ഉണ്ട്. എത്ര മോഡൽ? ഇത് 2011 മോഡൽ സിംഗിൾ RC വണ്ടിയാണ്. 2011 സിംഗിൾ RC ആണ്. നോക്കിക്കോളൂ, ടയേഴ്സ് ഒക്കെ പക്കട്ടാ. വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതെ. അതിന് വില എത്ര? 185. ഡീസലാണത്? ഇത് ഡീസലാണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. നല്ല മൈലേജുള്ള വണ്ടിയാണ്. നോക്കിക്കോളൂ, KL 32 രജിസ്ട്രേഷൻ വരുന്ന നല്ല ക്വാളിറ്റി പാച്ചുകളൊന്നുമില്ല. ടയേഴ്സ് ഒക്കെ പക്കാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ വില പറഞ്ഞത് 185. 1,85,000 നല്ലൊരു ഡീസൽ വണ്ടി സ്വന്തമാക്കാം. സിംഗിൾ RC വണ്ടി ഫിയാറ്റിന്റെ ലിനിയ അല്ലേ? അതെ, ലിനിയ സ്വന്തമാക്കാം. വേഗന എത്രയും മോഡൽ? ഇത് 2011 മോഡൽ 12 രജിസ്ട്രേഷൻ. 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്നത്. 12 രജിസ്ട്രേഷൻ വരുന്ന നല്ല VXI ഓപ്ഷൻ ഉണ്ട്. എന്ത് വില? ഇത് 2.45. 2,70,000 നല്ലൊരു വാഗണർ സ്വന്തമാക്കാം. വീണ്ടും ഒരു വാഗണർ ആണ്, അല്ല സെല്ലിറിയോ ആണ്. എത്ര മോഡൽ? ഇത് ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡലാണ്. 2015 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. കാരണം ഒരുപാട് കസ്റ്റമർ ഓട്ടോമാറ്റിക് ചോദിച്ചിട്ട് നമ്മളെ വിഷ്ണുവിന് അല്ലെങ്കിൽ ഇവിടെ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി 3-4 വണ്ടി ഉണ്ട് അല്ലേ? 5 വണ്ടിയോളം ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ട്. എല്ലാം ഇത് 4 ലക്ഷം രൂപയാണ് ചോദ്യം. ഫുൾ കമ്പനി സർവീസും ഹിസ്റ്ററിയും എല്ലാം പക്കാണ്. നമ്പർ 1.18 ഓടിയിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് സർവീസ് 1.16 ചെയ്തിട്ടുണ്ട്. 1,16,000 കിലോമീറ്ററോ? ഇതിൽ 1.16 ലാസ്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് 4 രൂപ. 4 ലക്ഷത്തിന് നമുക്ക് സ്വന്തം കേട്ടോ. വീണ്ടും ഒരു വോക്സ് വാൻ ആണ്. വീണ്ടും ഒരു വെൻഡോ ആണ്. എത്രയാ മോഡൽ? ഇത് 2011 മോഡലാണ്. 2011 മോഡൽ. അതെ. എന്ത് വിലയാ? ഇത് വന്ന് 2 ലക്ഷം രൂപയ്ക്ക്. 2011 മോഡൽ 2 ലക്ഷം. ഡീസലാണത്? ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. 2011 2 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വോട്ട്സ് വെൻഡോ അല്ലേ? അതെ. വെൻഡോ നമുക്ക് സ്വന്തം കേട്ടോ. വീണ്ടും ഒരു ഫോർഡ് ഫീസ്റ്റ് ആണ്. പെട്രോൾ ആണ്. പെട്രോൾ എന്ത് വിലയാ? 2015 മോഡൽ. 2015 മോഡൽ. അതെ. വില ഇതാവുമ്പോ 2.4 വരും. 2015 മോഡല്. സിംഗിൾ RC 91,000 കിലോമീറ്റർ. സിംഗിൾ RC 91,000 കിലോമീറ്റർ. സിംഗിൾ RC 91,000 കിലോമീറ്ററോട് നല്ലൊരു ഫോർഡ് ഫീസ്റ്റ് സ്വന്തമാക്കാം. ഇതിന്റെ വില പറഞ്ഞത് 2.4. 2,20,000. 2,20,000 പെട്രോൾ വണ്ടിയാണ് കേട്ടോ. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ടയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ പക്ക കണ്ടീഷൻ തന്നെയാണ്. വീണ്ടും ഒരു ഇയോൺ ഉണ്ട്. ഇയോൺ എത്രയായിട്ട് മോഡല്? 2017 മോഡലും 18 രജിസ്ട്രേഷനുമാണ്. 2017-18 രജിസ്ട്രേഷൻ. അതെ. സിംഗിൾ RC 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ സിംഗിൾ RC വരുന്നത് നല്ലൊരു ഇയോൺ ആണ്. നോക്കൂ, ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? 2.65. 2,60,000 നല്ലൊരു ഇയോൺ സ്വന്തമാക്കാം. 2016 മോഡലാണ്. 2016 മോഡൽ നല്ലൊരു 800 ഉണ്ട്. VXI LXI ആണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 64,000 കിലോമീറ്റർ. വില 2.85 ആണ്. 2,85,000. 2014 അല്ലേ? അതെ. 2014 ഓൾട്ടോ 800 സ്വന്തമാക്കാം. അടുത്തൊരു ഓൾട്ടോ കേട്ടൻ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016 മോഡല്. 2016 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് കേട്ടൻ. 22,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട് അല്ലേ കളർ? വെറും 22,000 കിലോമീറ്റർ. ജെനുവൽ കമ്പനി ഹിസ്റ്ററി. നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി എല്ലാം വെറും 22,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓൾട്ടോ കേട്ടൻ. പ്രൈസ് എത്രയാ? ഇത് 3.5 വരും. 3,50,000. മോഡൽ പറഞ്ഞ 2016. 2016 വെറും 22,000 കിലോമീറ്ററോടെ ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണ്. നോക്കിക്കോളൂ, എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണ്. ഇതാ നോക്കിക്കോളൂ, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 3,50,000 ആണ്. വെറും 40-50 റുപ്യ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റില്ലേ? ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് സ്വന്തമാക്കാം. ലേഡീസിനൊക്കെ ഓട്ടാൻ പറ്റിയ വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് ഒരുപാട് ആൾക്കാർ ചെറിയ ബഡ്ജറ്റ് ഉണ്ടാ ചോദിച്ചു ഒരുപാട് ആൾക്കാർ വിളിക്കാണ്ട്. ഏട്ടനൊക്കെ ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. അതൊരു വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ VXI വണ്ടിയാണ്. 2006 മോഡലാണ്. 2006 മോഡല്. അലവില് കസ്റ്റമർ ചെയ്തിട്ട് ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ വില 1.85. 1,80,000 നല്ലൊരു സ്വിഫ്റ്റ് സ്വന്തം കേട്ടോ. ഒമ്മിനാണ് എത്രയായിട്ട് മോഡൽ? 2007 മോഡലാണ്. 2007 27 വരെ പേപ്പർ. 27 ഒരു പേപ്പർ. ഇതാ ഇത് വന്നിട്ട് 80 രൂപയാണ് ചോദിക്കുന്നത്. 80,000 രൂപയ്ക്ക് 2007 വരെ പേപ്പറുള്ള നല്ലൊരു ഒമ്മിനി സ്വന്തം കേട്ടോ. അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡീസൽ പെട്രോളാ? ഇത് ഡീസൽ VDI ഓപ്ഷൻ. ഡീസൽ VDI ആണ്. 2013 മോഡൽ. 2013 വണ്ടി. അത് KL 54 രജിസ്ട്രേഷൻ ആണ്. അതിന്റെ ആസ്കിംഗ് പ്രൈസ് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ സ്വന്തമാക്കാം. വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് എത്ര മോഡൽ? അത് 2008 മോഡൽ ഡീസൽ വണ്ടിയാണ്. 2008 ഡീസൽ വണ്ടിയാണ്. 2008 ഡീസൽ വണ്ടി. വില എന്താ? LD ഓപ്ഷൻ ആണ്. പക്ഷെ 4 വീല് അലോയ് വീലെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. LD ആണ് ഓപ്ഷൻ. അലോയ് വീല് ഇതാ വേറെ കസ്റ്റമർ ചെയ്താണ്. കസ്റ്റമൈസ് ചെയ്താണ്. വില എത്രയാ? ഇത് വന്നിട്ട് 2.30.
2,30,000 നല്ലൊരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി സ്വന്തമാക്കാം. വീണ്ടും ഒരു ക്യുഡ് ഉണ്ട്. ക്യുഡ് എത്രയായിട്ട് മോഡൽ? ഇത് 2019 സിംഗിൾ RC വണ്ടിയാണ്. 2019 സിംഗിൾ RC 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര? 53,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ RC ക്യുഡ് എന്തല്ലേ? 3.4. 3,70,000 നല്ലൊരു ക്യുഡ് സ്വന്തമാക്കാം. വീണ്ടും ഒരു സ്വിഫ്റ്റ് ഉണ്ട്. സ്വിഫ്റ്റ് പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ ആണ്. LXi 2006 മോഡൽ സിംഗിൾ RC വണ്ടിയാണ്. 2006 സിംഗിൾ RC വണ്ടി. എന്തല്ലേ? 2 ലക്ഷം രൂപ. 2 ലക്ഷത്തിന് 2006 സിംഗിൾ RC നല്ലൊരു സ്വിഫ്റ്റ് സ്വന്തമാക്കാം. വീണ്ടും ഒരു വാഗണർ ഉണ്ട്. വാഗണർ എത്രയും മോഡൽ? 2016 മോഡൽ. അത് 2016. സെക്കൻഡ് ഓണർ 67,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് 67,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഗണർ ആണ്. എന്ത്? LXi ഓപ്ഷൻ ആണ്. ഇത് വന്നിട്ട് 3.15 വരും. 3,15,000 നല്ലൊരു വാഗണർ സ്വന്തമാക്കട്ടോ. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. നല്ല ഹൈ ക്വാളിറ്റി സിംഗിൾ RC ചെറിയ കിലോമീറ്ററോടെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുടെ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. അതും ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികളും വലിയ ബഡ്ജറ്റിലുള്ള നല്ല ക്വാളിറ്റി വണ്ടി. അതേപോലെ തന്നെ 2010 ശേഷമുള്ള ഏത് വണ്ടിക്കാണ് നിങ്ങൾക്ക് ലോൺ സൗകര്യം നമുക്ക് സ്പോട്ടിൽ ചെയ്യാൻ പറ്റും. ഈ ഷോറൂമിൽ ചെയ്യുന്നതായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ കൊടുക്കാനോ വാങ്ങുന്ന താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കോൺടാക്ട് കൊടുത്താൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വണ്ടി കൊടുക്കുക എക്സ്ചേഞ്ച് സൗകര്യം നമ്മുടെ ഈ ഷോറൂമിലുണ്ട്. പെട്ടെന്ന് നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമ്മൾ ഈ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടിയെ കുറിച്ച് അറിയാനേ കുഴപ്പമില്ല, അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരാം. വണ്ടിയിൽ ഓട്ടി നോക്കിയതിന് ശേഷം വണ്ടി എടുക്കാനും നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് AC എല്ലാം വർക്ക് ചെയ്യണം, ഓട്ടി എല്ലാം നോക്കി തൃപ്തിപ്പെടുന്ന ശേഷം വണ്ടി എടുക്കുക. അതേപോലെ തന്നെ ഈ ഷോറൂമിൽ എക്സ്ചേഞ്ച് സൗകര്യം നമുക്ക് ഈ ഷോറൂമിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊടുക്കാനും വാങ്ങണം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കോൺടാക്ട് തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ, സി യു.